തെലുങ്കാനയിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. BRSന്റെ കിരാതഭരണം അവസാനിപ്പിച്ച് BJP മുന്നോട്ട് വെച്ച വെല്ലുവിളികളെ അതിജീവിച്ചാണ് 2023-ൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചെടുത്തത്. പിന്നാലെ പല ജനപ്രിയ പദ്ധതികളും കോൺഗ്രസ് അവിടെ നടപ്പിലാക്കി. 3 വർഷങ്ങൾക്ക് ഇപ്പുറം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സദ്ഭരണത്തിന് തെലുങ്കാന വോട്ടർമാർ വിധിയെഴുതിയപ്പോൾ BJP എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖര റാവു എന്ന KCRന്റെ BRSന് നില മെച്ചപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും കോൺഗ്രസ് തേരോടത്തിന് മുന്നിൽ പാർട്ടി വീണു എന്ന് പറയാം. ആകെ 116 മുനിസിപ്പാലിറ്റികളിലും 7 കോർപ്പറേഷനുകളിലും ചേർന്ന് ആകെ 2996 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും ഒടുവിൽ 1567 വാർഡുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 834 സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. കോൺഗ്രസിനെ തെലുങ്കാനയിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് വീമ്പ് പറഞ്ഞാണ് BJP വോട്ട് തേടിയത്. എന്നാൽ വെറും 48 സീറ്റുകളിൽ മാത്രമാണ് താമര പാർട്ടിക്ക് ജയിക്കാൻ സാധിച്ചത്. കോൺഗ്രസ് അതിശക്തമായി കരുത്ത് കാട്ടിയപ്പോൾ BJP തെലുങ്കാനയിൽ തകർന്നടിഞ്ഞുവെന്ന് കാണാൻ സാധിക്കും. KCRന്റെ BRSന് 428 സീറ്റുകളിൽ ജയിക്കാൻ സാധിച്ചത് അല്പം ആശ്വാസമായിട്ടുണ്ട്. OWൈസിയുടെ മജ്ലിസ് പാർട്ടിക്ക് 28 സീറ്റിൽ വിജയം പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വോട്ട് പിടിച്ചത് വലിയ ക്ഷീണമാക്കിയിട്ടുണ്ട്. ഇക്കുറി 200 വാർഡുകളിൽ ജയിക്കാമെന്നായിരുന്നു മജ്ലിസ് പാർട്ടി അവകാശപ്പെട്ടത്. എന്നാൽ കഷ്ടിച്ച് വെറും 50 സീറ്റിൽ മജ്ലിസ് ഒതുങ്ങും െന്ന് ഉറപ്പായിരിക്കുകയാണ്. അധികാരത്തിലെത്തി വർഷം 3 കഴിഞ്ഞിട്ടും ഒരു അഴിമതി ആരോപണം പോലും രേവന്ത് റെഡ്ഡി സർക്കാരിന് നേരെ ഉയർന്നിട്ടില്ല. അതിനു പുറമെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നാകെ നടപ്പിലാക്കാനും സർക്കാരിന് സാധിച്ചു. ഭരണവിരുദ്ധ വികാരം ഇളക്കിവിടാൻ BJP പഠിച്ച പണി 18 നോക്കിയിട്ടും രക്ഷയുണ്ടായിരുന്നില്ല. ആകെ 13,000-ഓളം സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. 52 ലക്ഷത്തിലധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയിരുന്നു. അതിൽ 26 ലക്ഷത്തിലേറെ സ്ത്രീകളും 25 ലക്ഷത്തോളം പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന ഭരണകക്ഷിയായ കോൺഗ്രസിന് പ്രതിപക്ഷമായ BRSനും BJPക്കും ഈ തിരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയം തദ്ദേശ തലത്തിലും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇറങ്ങിയത്. ആ പ്രതീക്ഷ കാത്തുവെന്ന് കാണാൻ സാധിക്കും. അതേസമയം നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ K. ചന്ദ്രശേഖര റാവുവിന്റെ BRS കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും നില അല്പമൊന്ന് മെച്ചപ്പെട്ടുവെങ്കിലും കോൺഗ്രസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. കോൺഗ്രസിനും BRSനും പകരമായി സംസ്ഥാനത്ത് സാന്നിധ്യമാകാനാണ് BJP ശ്രമിച്ചത്. പക്ഷേ നാണം കെട്ടു എന്നാണ് ഫലം സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടിയ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രബല പാർട്ടി എന്ന സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിനും BRSനുമെതിരെ ഒരുപോലെ ബദലായി ഉയർന്നു വരുമെന്ന BJP പ്രഖ്യാപനമാണ് നിലം തൊടാതെ പോയത്. 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടികൾ നേരിട്ട BRS ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BRS അംഗം വെട്ടാനിറങ്ങിയത്. പൊതുവിതരണ സംവിധാനത്തിന് കീഴിലുള്ള അരി വിതരണം, ആരോഗ്യശ്രീ ആരോഗ്യ പദ്ധതി, സർക്കാർ നടത്തുന്ന ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ദരിദ്രർക്ക് 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേമ പരിപാടികൾ ഇതിനകം കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അതിനുള്ള നന്ദി വോട്ടർമാർ ബാലറ്റിലൂടെ അറിയിച്ചപ്പോൾ BJP കാവേരി നദിയിൽ എറിയപ്പെട്ടുവെന്ന് കാണാൻ സാധിക്കും. എല്ലാ മുനിസിപ്പാലിറ്റികളുടെയും വികസനത്തിനായി മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. 2 വർഷത്തിനിപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രേവന്ത് സർക്കാർ തുടരുമെന്ന കാര്യം കൂടി അടിവരയിട്ടാണ് തെലുങ്കാന തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരശ്ശീല വീഴുന്നത്.